ഈ വീഡിയോയിൽ വിശ്വാസികളെ മുണ്ണകളാക്കി അവരെ ചൂഷണം ചെയ്യുന്ന വേദപുസ്തക കാട്ടുകള്ളന്മാർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ ആകുന്നത്ര ആളുകളുമായി പങ്കിടുക. ജനങ്ങൾ ഇപ്രകാരമുള്ള വഞ്ചനയുടെ രീതികൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് സ്വയം സംരക്ഷിക്കപ്പെടുമെങ്കിൽ നമുക്കത് ഏവർക്കും ചാരിതാർത്ഥ്യത്തിന് വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നത്. അതിലേക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ വീഡിയോ, ഇത് യൂട്യൂബിലുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പോൾ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാമം, അദ്ദേഹം നടത്തുന്ന ഒരു കസർത്ത്, അത് ആസ്പദമാക്കി ഞാൻ ഈ സൂചിപ്പിച്ച വിഷയം ഏവരുമൊത്ത് ചിന്തിക്കുകയാണ് ഉചിതം. ഞാൻ അല്പം പോലും താമസമില്ലാതെ, മുഖവുരയില്ലാതെ ഈ 2.5 മിനിറ്റുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാവുന്നതാണ്. ഞാൻ കേട്ട നിന്നയുടെ എന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച്, ഹല്ലേലൂയ, എന്റെ സഭയിലുള്ളവർക്ക് എന്നെ അറിയാം, എന്നെ അടുത്ത് നിൽക്കുന്നവർക്ക് എന്നെ അറിയാം, എന്നോട് സഹകരിച്ചവർക്കും സഹകരിക്കുന്നവർക്കും അവരുടെ പാസ്റ്റർ ആരാന്നറിയാം, അകലം മാറി നിൽക്കുന്നവർക്കും അകലം വിട്ട് അനുഗമിക്കുന്നവർക്കും അത് അറിഞ്ഞുകൂടാ. അവർക്കും എപ്പോഴെങ്കിലും ഒക്കെ അറിയാൻ ദൈവം അവസരം കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്നേ നിമിഷം വരെ നിങ്ങളെ നോക്കി ആരാണ്ട് ചിരിച്ചില്ല, നിങ്ങളുടെ വീട്ടിൽ ആരാണ്ട് വന്നില്ല, നിങ്ങൾക്ക് ആരോ ഫോൺ ചെയ്തില്ല എന്ന് പറഞ്ഞൊക്കെയല്ലേ നിങ്ങൾ വിഷമിച്ച് പിണങ്ങിയിരിക്കുന്നത്? ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങളിലോ തെരുവോരങ്ങളിലോ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്നറിഞ്ഞാൽ നിങ്ങളുടെ തല നിറച്ചു അതായിരിക്കും. 5000 4000 കമന്റുകളൊക്കെ ഒറ്റ സെക്കൻഡിൽ ആളുകൾ പാസ്സാക്കുമ്പോൾ, വായി വന്ന ചീത്തയൊക്കെ വിളിക്കുമ്പോൾ, ഇവനൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്തൊക്കെ പറയാവോ അതൊക്കെ പറയുമ്പം ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ എന്റെ കർത്താവിനെ പ്രസംഗിക്കുക. എനിക്കറിയാം എന്റെ ബോസിനെ, എനിക്കറിയാം എന്റെ യജമാനനെ, എനിക്കറിയാം എന്റെ അപ്പായെ, എനിക്കറിയാം എന്റെ ദൈവത്തെ. പിന്നെ നിങ്ങളൊക്കെ തരുന്ന കുറച്ച് ബഹുമാന സ്നേഹമൊക്കെ ഇല്ലേ, നിങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് ബഹുമാന സ്നേഹം, അതൊക്കെ ഞാനൊരു ബോണസായി കാണുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാം എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. കൃത്യസമയത്ത് എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, കരുതുന്നൊരു കർത്താവുണ്ട്, മാനിക്കുന്നൊരു ദൈവമുണ്ട്, ഒരു പരിചയമില്ലാത്ത വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. റേച്ചലിനെ ഓർത്ത കർത്താവ്, ഹന്നായെയും എൽക്കാനെയും ഓർത്ത കർത്താവ്, അബ്രഹാമിനെ ഓർത്ത കർത്താവ്, നോഹയെ ഓർത്ത കർത്താവ്, ക്ലയോപ്പാവിനെയും തന്റെ ഭാര്യയായ മറിയത്തെയും ഓർത്ത കർത്താവ് നിങ്ങളെയും ഓർക്കും. അപ്പൊ ഇങ്ങനെ പോകുന്നു ഈ കസർത്ത്. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഈ തൊഴിൽ സമർത്ഥമായി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ പൊതുവെ അവലംബിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം ഒന്ന് തിരിച്ചറിയുവാൻ ഇദ്ദേഹത്തിൻ്റെ ഈ വാചക കസർത്ത് നമ്മെ സഹായിക്കും എന്നത് ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ
ഇദ്ദേഹം ശ്രമിക്കുന്നത് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ വികാരം ഒന്ന് ഇളക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതിന് എന്തെല്ലാം പ്രയോജനപ്പെടും അത് മാത്രം പെറുക്കിയെടുത്ത് വളരെ സമർത്ഥമായി അദ്ദേഹം പ്രയോഗിക്കുകയാണ്. അപ്പോൾ ദൈവം ഇദ്ദേഹത്തെ കാണുന്നു, കരുതുന്നു, പ്രത്യേക സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് കൈത്താങ്ങൽ നൽകുന്നു. അത് അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവരെയും കരുതുകയും എല്ലാവർക്കും കൈത്താങ്ങൽ നൽകുകയും ചെയ്യുന്നൊരു ദൈവമാണ്. യേശു പറഞ്ഞതുപോലെ നല്ലവരുടെ മേലും തീയവരുടെ മേലും തൻ്റെ മഴ ചൊരിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം നന്മയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ ആളുകൾ അവകാശപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞത്. നല്ലവരുടെ മേലും തീയവരുടെ മേലും, നന്മ ചെയ്യുന്നവരുടെ മേലും തിന്മ ചെയ്യുന്നവരുടെ മേലും ദൈവം ഈ അനുഗ്രഹങ്ങൾ ചൊരിയും. അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചു എന്നതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം നന്മയാണ് എന്നാരും അവകാശപ്പെടരുത് എന്ന കൃത്യമായ വ്യക്തമായ ഒരു ലക്ഷ്യം ഈ പ്രസ്താവനയുടെ പിറകിലുണ്ട് എന്നത് പലപ്പോഴും ക്രിസ്തീയ വിശ്വാസ സമൂഹം അവഗണിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഹന്നായെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം, യാക്കോബിനെ ഓർത്ത ദൈവം, ഹൽക്കന്നെ ഓർത്ത ദൈവം. അവർ ചെയ്തതും ഈ കാട്ടുകള്ളം ചെയ്യുന്നതുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പം ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ഓർത്തു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ കള്ളക്കമ്മട്ടുമായിട്ട് എന്താണ് ബന്ധം? അതിൻ്റെ കെയർ ഓഫിൽ ഞാൻ എങ്ങനെയാണ് മാന്യത പാലിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ 10 പേരെ കൊല ചെയ്ത ഒരുത്തൻ ഒരു മൈക്യം വെച്ചുകൊണ്ട് പറയുകയാണ് അബ്രഹാമിനെ ഓർത്ത ദൈവം, യാക്കോബിനെ ഓർത്ത ദൈവം. അപ്പോഴത്തേക്ക് അവിടെ മുമ്പിലിരുന്ന ആളുകൾക്ക് അങ്ങ് ഹല്ലേലൂയ പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ പോലെ എന്ത് ചെയ്യും? അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തെ തരം താഴ്ത്തുന്നൊരു പരിപാടിയാണ് ഇത് എന്നത് ജനം തിരിച്ചറിയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ കൃപ പാപം തുടർന്നും ചെയ്യുവാനുള്ള ലൈസൻസായി നിങ്ങളാരും കരുതരുത് എന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത്. എന്നാൽ ഇതൊന്നും ചിന്തിക്കുവാൻ ശേഷിയില്ലാത്ത ആളുകൾ തലയിൽ മുണ്ടുവിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മുൻപിൽ വളരെ വികാരത്തോടുകൂടെ ഇങ്ങനെ അബ്രഹാമിൻ്റെ ദൈവം, ഹന്നായുടെ ദൈവം, മറിയയുടെ ദൈവം, ഹെൽക്കന്നായുടെ ദൈവം, കൽക്കണ്ടത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം പറഞ്ഞ് ആകാശം കീറി മുറിക്കും എന്ന് നമുക്കറിയാം. അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരു ശബ്ദങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് മുൻപൊരിക്കലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകൾ കാണാൻ ശ്രമിച്ചു. ആളിനെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു നിഗമനത്തിലെത്താവൂ എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ്. അതിലൊന്നും ഈ വീഡിയോയുടെ ക്യാമറ ആംഗിൾ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ ക്ലോസപ്പായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന വൈകാരികമായ ചലനങ്ങൾ, പ്രകടനങ്ങൾ അത് ഏറ്റവും സൂക്ഷ്മമായി കാണുന്നവരുടെ കണ്ണിൽ പതിയണം. അത് കൂർത്തിറങ്ങി ചുഴഞ്ഞിറങ്ങി അവർ ഹൃദയത്തിൽ പതിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾ അലിഞ്ഞു പോകും. അദ്ദേഹം പീഡിതനാണ്, ആളുകൾ അദ്ദേഹത്തെപ്പറ്റി അതും ഇതുമൊക്കെ പറയുന്നു. നിങ്ങളെപ്പറ്റി ആരെങ്കിലും നിങ്ങളെ ഒന്ന് നോക്കിയില്ലെങ്കിൽ, കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മുഴുവനും അതായിരിക്കും. പക്ഷേ എന്നെപ്പറ്റി ഒരു നിമിഷം 6000 പേര് അത് പറയുന്നു, ഇത് പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ആകുമ്പോൾ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങ് ചാടി തവളെപ്പോലെ ചാടി മറിയുക. ഇത് ഒരു തന്ത്രമാണ് എന്ന് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ആ തന്ത്രത്തെ പറ്റിയാണ് എനിക്കൊന്ന് 2 വാക്കുകൾ പറയാനുള്ളത്. നിങ്ങളിത് ദയവായി ക്ഷമയോടെ കേൾക്കുകയും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനുശേഷം നിങ്ങളുടേതായ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യണമെന്ന്
വിനീതമായി അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ച് മുതലെടുക്കുവാനായിട്ട് ഇറങ്ങുന്ന ഇങ്ങനെയുള്ള വചന കാട്ടുകള്ളന്മാർ? ഇപ്രകാരം തികച്ചും വൈകാരികമായ സമീപനം മാത്രം പ്രയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ള വാക്കല്ല, പ്രയോഗിക്കുന്നു എന്ന വാക്കാണ്. മനഃപൂർവ്വം വളരെ ശ്രദ്ധയോടെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതൊരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും. അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ ദയവായി ഈ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ സമീപനം ശ്രദ്ധിക്കുവിൻ. അതിലെവിടെയെങ്കിലും യേശു ആരോടെങ്കിലും സംവാദം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വൈകാരികമായ സമീപനം നടത്തിയതായി നിങ്ങൾക്ക് കാണിക്കാം. യേശു ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചത് മനുഷ്യരുടെ ചിന്താശക്തിയെ ഉണർത്തുകയും അതിൽ കൂടെ അവരെ സനാതനമായ സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. യേശു വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, ഒന്നുകിൽ ചിന്തിക്കുക അല്ലെങ്കിൽ വൈകാരികമായി ഈ തവളയെപ്പോലെ കീപ്പോട്ടും മെപ്പോട്ടും ചാടുക. രണ്ടും കൂടെ ഒരേ സമയത്ത് സാധ്യമല്ല. നിങ്ങൾ ഇത് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി, ഒരു അനുഭവത്തെപ്പറ്റി, ഒരു സംഭവത്തെപ്പറ്റി, ഒരാശയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിശ്ചലരാകും. ഇപ്പോൾ ഞാനൊരു ആശയം കണ്ടുമുട്ടി, അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് ചാടി ഇരുന്നാൽ എനിക്കൊന്നും മനസ്സിലാകുകയില്ല, എൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു തമാശ പറഞ്ഞു, ചിരിച്ച് ചാടി തവള ചാടുന്ന പോലെ ചാടി എന്നിരിക്കും, അല്ലെങ്കിൽ കിടന്ന് നിലത്ത് ഉരുണ്ടെന്നിരിക്കും. എന്താണ്? ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ ഒരു ദുരന്ത കഥ ഉള്ള, അപ്പോൾ ഇതുകൊണ്ട് കരയുന്ന കാണാം ആളുകൾ ഇങ്ങനെ തോർത്തുകൊണ്ട് മുഖം ഇടയ്ക്കിടയ്ക്ക് തോർത്തിരുന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി അവരാരും ചിന്തിക്കുന്ന ഒരനുഭവത്തിലല്ല. ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പറയും, ഈ ടെലിവിഷൻ്റെ സ്ക്രീനിൽ ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമല്ല, അത് കൊച്ചു ലൈറ്റുകൾ കത്തുന്നതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള വൈകാരികമായ ഒരു അനുഭൂതിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. മനുഷ്യർക്ക് പൊതുവായിട്ട് വേണ്ടത് വൈകാരികമായ അനുഭൂതിയാണ്, പ്രത്യേകിച്ച് മതത്തിൻ്റെ മേഖലയിലും രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലും. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയ മേഖല പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ആരിൽ നിന്നും ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. പിന്നെ ആകെപ്പാടെ ലഭിക്കാവുന്നത് നൈമിഷികമായ വൈകാരികമായ ഒരു സന്തോഷം. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ശക്തിയേറിയ പ്രസംഗകനാണ് എന്ന ഒരു ധാരണയുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപനം നോക്കിക്കൊള്ളൂ, ഇത് തന്നെയാണ്. ഇത് ഇത്രയും വോൾട്ടേജ് ഇല്ല. ഈ നമ്മുടെ ക്രിസ്ത്യൻ ആൾ ദൈവങ്ങളുടെ അത്രയും വോൾട്ടേജ് ഇല്ല, പക്ഷേ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഗുലാം നബി ആസാദ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായി അവസാനത്തെ ദിവസം അദ്ദേഹത്തിന് യാത്രയപ്പെന്ന പോലെ ഒരു ചെറിയ സംഭവം രാജ്യസഭയിൽ നടക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ അവിടെ ശ്രീനഗറിൽ പ്രശ്നമുണ്ടായപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു രാത്രി, എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നരേന്ദ്രമോദി കരയുകയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന വ്യക്തി, ഒരു ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതിനൊരു ഇഫക്റ്റ് ഇല്ല, അതിനൊരു ഗുമ്മില്ല. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് ഇല്ലാത്ത ഗും ഉണ്ടാക്കണമെങ്കിൽ ഈ വൈകാരികമായ പീര കൂടെ അതിനകത്ത് ഇട്ടെങ്കിലേ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ എത്രയോ സംഭവം നമുക്കറിയാം. ഡീമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനത്തിൻ്റെ കേസ് വന്നപ്പോൾ അത് സംഗതി ആകപ്പാടെ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 50 ദിവസത്തിനുള്ളിൽ ശരിയല്ല എന്നെ നാൽക്കവലയിൽ വെച്ച് നിങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞൊരൊറ്റ കരച്ചിൽ കരഞ്ഞു. അതോടുകൂടെ ആളുകളുടെ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞു, പരിഭവം കഴിഞ്ഞു, എല്ലാവർക്കും സന്തോഷം.
വൈകാരികമായ സമീപനത്തിൻ്റെ ശക്തി അതാണ് എന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ 1911 പ്രസിദ്ധീകരിച്ച വളരെ വളരെ പ്രശസ്തി ആർജിച്ച ദ ക്രൗഡ് എന്ന് പറയുന്ന പുസ്തകം, ദ ക്രൗഡ്, CROWD, അത് എഴുതിയിരിക്കുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്, ഗുസ്താവ് ലിബോൺ, GUSTAVLEBON, ഗുസ്താവ് ലിബോൺ, ദ ക്രൗഡ് എന്ന പുസ്തകം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് കിട്ടും. ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പുസ്തകമാണ് അഡോൾഫ് ഹിറ്റ്ലറെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പൊളിറ്റിക്കൽ ബൈബിൾ ഗുസ്താവ് ലിബോണിൻ്റെ ദ ക്രൗഡ് എന്ന പുസ്തകമായിരുന്നുവെന്ന് ഹിറ്റ്ലറിനെ അറിയാവുന്ന എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഞാൻ ആ പുസ്തകം വളരെ ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിങ്ങൾ ഒരു കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഒരു വ്യക്തിയോട് സംവാദിക്കുന്നത് പോലെ അല്ല ഒരു കൂട്ടത്തെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഒരു ക്രൗഡ്, വെൻ യു അഡ്രസ് എ ക്രൗഡ്, ഒരിക്കലും അവരെ ചിന്തിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. അത് തിരിച്ചടിയായിത്തീരും. നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ട അവിടെ വികാരങ്ങളെ അതിനെ തീ കത്തിക്കുക, അതിനെ ഇളക്കി വിടുക. അങ്ങനെയാകുമ്പോൾ ജനം വികാരം വർദ്ധിക്കുന്നതോടുകൂടെ ചിന്തിക്കാനുള്ള കഴിവ് നശിക്കുകയും അവരെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇട്ട് ആടുകയും ചെയ്യാനുള്ള സ്വാധീനം, നിയന്ത്രണം അവരുടെ മേൽ പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറയുന്നത്, അവിടെ കൂടി വരുന്ന ജനത്തിന് അവർ ചിന്തിക്കാൻ വരുന്നവരല്ല, അവർ വികാരജീവികളായി മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരോട് ബുദ്ധിയെ സ്പർശിക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യമുണ്ടാകാനാണ് സാധ്യത. അതേസമയം വൈകാരികമായ ഏത് പിണ്ണാക്കിട്ട് കൊടുത്താലും അവർ ആർത്തിയോടെ അത് വലിച്ചു വാരി തിന്നുകയും വളരെ ഭയഭക്തിയോടെ, സന്തോഷത്തോടെ, നന്ദിയോടെ, ആജീവനാന്തം നിങ്ങളോട് മമതയുള്ളവരായിരിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നത് വളരെ അന്വർത്ഥമാണ്. ദയവായി മനസ്സിലാക്കുക. നിങ്ങൾ ഈ മഹാനായ വ്യക്തി 8 കോടി രൂപ, അങ്ങനെ 8 കോടി രൂപ പിരിക്കാനുള്ള മറ്റൊരു തന്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വീഡിയോ ഇതിനകത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹമല്ല, വേറെ ഒരുത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം കൊടുത്താൽ നമുക്ക് 8 കോടി രൂപ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ അത് വിറ്റുപോകണമെങ്കിൽ ചിന്തിക്കുന്നവരെ കൊണ്ട് ഒരു വിധത്തിലും സാധ്യമല്ല. വികാരജീവികളെ കൊണ്ട് മാത്രമേ ഇവർക്ക് പ്രയോജനമുള്ളൂ. നിങ്ങൾ ഇനിയും വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന വെറും പൊട്ടത്തരമായ കാര്യങ്ങൾ, അർത്ഥശൂന്യം, ആദ്യ തൊട്ട് അവസാനം വരെ തികച്ചും പൊട്ടത്തരം, മൊണ്ണത്തരമാണ് അവൻ വിളമ്പുന്നത്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും ആളുകൾ ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്. അതെന്താണെന്ന് അറിഞ്ഞിട്ടല്ല, അതിൻ്റെ വേദപുസ്തക അടിസ്ഥാനം എന്താണെന്ന് ചിന്തിച്ചിട്ടല്ല, ഇതിൻ്റെ ധാർമ്മിക ബോധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല. ഈ മനുഷ്യൻ്റെ ശബ്ദം ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് ആളുകൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്രകാരം മാത്രമാണ് അവരെ കരുപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിതിന് മുൻപും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രധാന കുറ്റവാളി ഈ പാസ്റ്ററോ ഇതുപോലെയുള്ള മറ്റ് കാട്ടുകള്ളന്മാരോ അല്ല. അവരെ ആ വിധത്തിൽ ആദ്യമാക്കി വെച്ചത് സഭകൾ തന്നെയാണ്. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏത് സഭയുടെയും ശുശ്രൂഷ, അതിൽ സ്ഥിതി ചെയ്യുന്ന സമീപനങ്ങൾ, അവതരണ രീതികൾ, പ്രത്യേകിച്ച് കൺവെൻഷൻ പ്രസംഗങ്ങൾ, ഇവയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച പ്രസംഗകരാരാണ്? സുവിശേഷ പ്രഘോഷകരാരാണ്? ജനങ്ങളെ വൈകാരികമായി ഒന്ന് ഇളക്കി വിടുവാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് ചിലർ അനുഭവ സാക്ഷ്യമൊക്കെ പറയുന്നു, ചില കഥകൾ പറയുന്നു, ചിലയിടങ്ങളിൽ പാട്ടുകൾ പാടുന്നു, ചിലർ അങ്ങനെ വികാരം അങ്ങ് ഒലിച്ചിറക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വലിയ മാർക്കറ്റാണ്. അത് സാധാരണ ഉള്ള ആരാധനയിലും അപ്രകാരം തന്നെയാണ്. ആരാണ് നല്ല സുവിശേഷ പ്രസംഗകൻ? അവരെപ്പറ്റി നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്?
ഞാൻ 30 വർഷം ഈ മേഖലയിൽ അധ്വാനിച്ച വ്യക്തിയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കേട്ട പരാതി, താങ്കളുടെ സുവിശേഷ പ്രസംഗങ്ങൾ ഞങ്ങളുടെ തലച്ചോറിനെ പുകയ്ക്കുന്നു. ഞങ്ങൾക്ക് അതിനുള്ള കേൾപ്പില്ല. മാത്രവുമല്ല, ഇത് കേൾക്കാനല്ല ഞങ്ങൾ വരുന്നത്. എന്നാൽ ഈ ഒരു മേഖലയിൽ ഈ കട്ടായം പിടിച്ച് നിന്നതുകൊണ്ട് മനഃപൂർവ്വം ഈ പ്രശ്നം മനസ്സിലാക്കി ഇതിൽ നിന്ന് ജനങ്ങൾക്ക് വിടുതലുണ്ടായാൽ മാത്രമേ അവർക്ക് ആത്മീയമായ വളർച്ചയും തിരിച്ചറിവും ഉണ്ടാകുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തിൽ ആരും ഒരിക്കലും സ്വീകരിച്ചില്ലെങ്കിൽ തന്നെയും ഇത് മാത്രമേ, ഈ സമീപനം മാത്രമേ അവലംബിക്കുകയുള്ളൂ എന്ന് ഞാൻ നിർബന്ധം പിടിച്ചതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു 25-30 വർഷം കൊണ്ട് കേരളത്തിലെ സുവിശേഷ പ്രഘോഷണ ശൈലിയിൽ അല്പം മാറ്റം വരുത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഈ സമയത്തൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ജനങ്ങളെ വികാരജീവികളാക്കി തരം താഴ്ത്തിയെങ്കിൽ മാത്രമേ അവരെ യഥേഷ്ടം ചൂഷണം ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന വളരെ പ്രാവർത്തികമായ സത്യമാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടതുപോലെ ദുരുപയോഗം ചെയ്തു. അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം യേശു നമുക്ക് നൽകിയിട്ടുള്ള മാർഗം അല്ലെങ്കിൽ റോൾ മോഡൽ അതെന്താണ്? ജനങ്ങളെ വൈകാരികമായി ഇളക്കി വിടുന്നതിലല്ല, പിന്നെയോ അവരെ ആത്മീയമായി ചിന്തിപ്പിക്കുന്നതിലാണ് അവരുടെ വിടുതൽ നിൽക്കുന്നത്. യേശു എന്തുകൊണ്ട് പഠിപ്പിച്ചു? യേശു പ്രസംഗിച്ചതായിട്ട് ആരും പറയുന്നില്ല. വാസ്തവത്തിൽ പർവ്വതപ്രസംഗം എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും യേശുവിൻ്റെ പഠിപ്പീരിൻ്റെ സമാഹാരമാണ് പർവ്വതപ്രസംഗം പോലും. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ 4 സുവിശേഷത്തിൽ യേശു നമ്മുടെ ഏതെങ്കിലും പുരോഹിതന്മാരെയോ പാസ്റ്റർമാരോ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യം ചോദിപ്പിച്ചതുപോലെ ജനങ്ങളുടെ വികാരങ്ങളെ ഇക്ലിയിടുവാനോ അവയ്ക്ക് തീ കൊളുത്തുവാനോ ശ്രമിച്ചിട്ടുണ്ടോ? എത്രയോ സാഹചര്യങ്ങൾ യേശു അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് സ്വരം ഉയർത്തി, ഈ നമ്മുടെ ഈ മഹാന്മാരൊക്കെ ചെയ്ത പോലെ ഉയർത്തി താഴ്ത്തി, അവിടെ ഒന്ന് ചീറ്റി, ഇവിടെ ഒന്ന് കറക്കി, ഇവിടെ ഒന്ന് വളച്ച് യേശു സംസാരിച്ചായിട്ട് നിങ്ങൾ കാണിക്കാം. അത് പ്രകാശം ഉദിക്കുന്നത് പോലെയുള്ള സംസാരം, അരുവി മെല്ലെ മെല്ലെ ഒഴുകുന്നത് പോലെയുള്ള സംസാരം. എന്നാൽ എല്ലിലെ മജ്ജയിൽ തുളച്ചു കയറി അവിടെ ക്രിയ ചെയ്യുവാൻ ശക്തിയുള്ള വാക്കുകൾ. അതുകൊണ്ടാണ് കുഷ്ഠരോഗി പറയുന്നത്, നീ ഒരു വാക്ക് സംസാരിച്ചാൽ ഞാൻ ശുദ്ധനായിത്തീരും. പ്രിയമുള്ളവരെ, നാം ഈ ഒരു മഹാൻ്റെ പ്രസ്താവനകളും ശ്രദ്ധിച്ചാൽ, യേശു അവനോട് കൂടെ സഞ്ചരിക്കുകയാണ്, യേശു അവനോട് ഇടപെടുകയാണ്, അവൻ്റെ മുറിയിൽ വന്ന് സംസാരിക്കുകയാണ്, യേശുവിൻ്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ്, അതിൻ്റെ പേറ്റൻറ്റ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ അവിടെ കൂടി വരുന്ന ആളുകൾക്ക് മുഴുവനും വലിയ സാമ്പത്തികമായ നേട്ടം കൊടുക്കുകയാണ്, പ്രോസ്പെറിറ്റി കൊടുക്കുകയാണ്. അതേസമയം അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ യേശു അവിടെ പ്രോസ്പെറിറ്റി അന്തരം ക്യാൻസൽ ചെയ്ത് കളയും. ഇതൊക്കെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് അല്പം മൂളയുണ്ടെങ്കിൽ, അധികമൊന്നും വേണ്ട, ഒരു കടുകുമണിയോളം മൂളയുണ്ടെങ്കിൽ അവർ പറയത്തില്ലേ, പാസ്റ്ററെ, താങ്കൾക്ക് ഈ ലോകത്തിലെ എല്ലാ പ്രോസ്പെറിറ്റിയുടെയും കുത്തക അവകാശമുണ്ട്, അത് യേശു താങ്കൾക്ക് നൽകിയതാണ്, താങ്കളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്രോസ്പെറിറ്റിയുടെ മുഴുവനും അവകാശിയും അധികാരിയും. ഇത്രയുമൊക്കെ പ്രോസ്പെറിറ്റിയുടെ ഈ വലിയ ഹിമാലയത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന താങ്കൾക്ക് ഈ 8 കോടി രൂപ വസൂലാക്കാൻ ഒരു നിമിഷം പോരെ? ഈ പ്രോസ്പെറിറ്റിയുടെ എല്ലാ നിയന്ത്രണം വെച്ച് പുലർത്തുന്ന യേശുവിനോട് എന്നും താങ്കളുടെ മുറിയിൽ വന്ന വോയിസ് റെക്കോർഡ് ചെയ്യാൻ പോലും അനുവാദം നൽകുന്ന യേശുവിൻ്റെ ഇഷ്ടദാസനായ താങ്കൾക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ, യേശുവേ, എനിക്ക് 8 കോടി രൂപ വേണം, എനിക്ക് എൻ്റെ ജനത്തെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്ന പരിപാടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സോക്കേട് തീരത്തില്ലേ? പക്ഷെ അങ്ങനെ പറയാം എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആരും അവിടെ ഇല്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയുള്ളൊരു ആത്മീയ ശ്മശാന ഭൂമിയിലാണ് ഇപ്രകാരമുള്ള ഈ അശ്ലീലങ്ങൾ, അശീകരണങ്ങൾ
എന്താണ് പറയുന്നത്, മലയാളം എനിക്ക് അറിയില്ല, സ്പിരിച്വൽ റിലീജിയസ് ഫ്രീക്സ് കൊടികുത്തി വാഴുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതൊരു ജനതയുടെ അധപ്പതനത്തിൻ്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത്രമാത്രം നികൃഷ്ടമായ വിധത്തിൽ നമ്മുടെ മധ്യത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ദൈവവേല എന്ന് പറഞ്ഞ് നടക്കുകയും അതിനോട് സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുമുണ്ടെങ്കിൽ കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗം കേരളത്തിൽ പ്രചരിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന സഭകൾ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതിയാകുകയുള്ളൂ. ഇതാണോ നിങ്ങൾ നേടിയെടുത്തത്? ഇതാണോ നിങ്ങളുടെ ആത്മീയമായ ഫലം? ഇതാണോ നിങ്ങളുടെ കൊയ്ത്ത്? നാം തിരിച്ചറിയേണ്ട ഭീകരമായ സത്യം, എല്ലാ സഭകളും കൂടെ അവരുടെ സൗകര്യത്തിന് അനുസരിച്ച് ജനങ്ങളെ മൊണ്ണകളാക്കിയതാണ്. അതിൻ്റെ ബാക്കിയുള്ള പത്രം ഇപ്രകാരമുള്ള നമ്മുടെ കാലത്തെ ക്രിസ്തീയ ആൾദൈവങ്ങൾ വായിക്കുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഒരു യൂട്യൂബ് സംഗമം ആരംഭിച്ചത്. ഇങ്ങനെയുള്ളൊരു വലിയ അപകടം നമ്മുടെ മധ്യത്തിൽ ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഇത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ വൈകാരികമായ ഇളക്കം കൊണ്ടോ ഇക്കിളി കൊണ്ടോ മാത്രം സ്ഥിതി ചെയ്യുന്നൊരു മതപരമായ സമീപനത്തിൽ മനുഷ്യന് അവൻ്റെ അന്തസ്സിൻ്റെ ഇടിവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളതും കൂടെ കെട്ടുപോകും. ആ അപകടത്തിൽ നിന്ന് വല്ലവിധേനയും ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഇടയാക്കണമേ സത്യത്തിൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥനയിലാണ് ഈ സംരംഭം ആരംഭിച്ചത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി നിങ്ങളിൽ അനേകം ആളുകൾ വളരെ താല്പര്യത്തോടെ അനുദിനം ഇതിനോട് സഹകരിക്കുന്ന ഓർത്ത് ഞാൻ വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയുടെ സാക്ഷ്യമായി പറയുകയാണ്. ദൈവവേല ചെയ്യുന്നതിന് ₹1 ആവശ്യമില്ല. എങ്ങനെയാണ് ദൈവവേല ചെയ്യേണ്ടത്? അതിനുവേണ്ടി ആരും ഫുൾ ടൈം എന്ന് പറയാൻ നടക്കേണ്ട കാര്യമില്ല. ആരും ഒരു പാരസൈറ്റ് ആകേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ച് നമ്മുടെ ഉപജീവന മാർഗം കണ്ടെത്തിയ ശേഷം ബാക്കിയുള്ള സമയത്ത് സ്വമേധയായി ആത്മീയമായ ശുശ്രൂഷ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും ഇതിൽ സ്വീകാര്യമല്ല. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് 3 ഉപഭൂഖണ്ഡങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം എത്തിച്ചത്? ₹1 ഫണ്ട് പിരിച്ചിട്ടല്ല. അവൻ എല്ലാ ദിവസവും രാവിലെ 11 വരെ ശരീരം കൊണ്ട് അധ്വാനിച്ച് അവൻ്റെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിലാണ് അവൻ സുവിശേഷം നടത്തിയത്. വളരെ അഭിമാനത്തോടുകൂടെ അപ്പോസ്തലന് പറയാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ ആവശ്യങ്ങളുടെ പേരിൽ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഭാരമായിരുന്നില്ല. അധ്വാനിച്ച് അഭിമാനത്തോടുകൂടെ എൻ്റെ സന്ധിപ്പിനുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് ശിഷ്ടമുള്ള സമയത്ത് ദൈവം എനിക്ക് നൽകിയ കൃപയുടെ ബാഹുല്യത്തിൽ ഞാൻ ഈ ദിവ്യ ശുശ്രൂഷ നടത്തി. എൻ്റെ ഫലമായ ലോകം ഇന്നുവരെയും പൗലോസ് അപ്പോസ്തലൻ നടത്തിയതുപോലെ വിശാലമായ ഒരു സുവിശേഷ ദൗത്യം നടത്തിയിട്ടില്ല നമുക്കറിയാം. അതുതന്നെ വാചാലമായി നമ്മോട് സംസാരിക്കുന്ന ആത്മീയ സത്യം എന്താണ്? ദൈവവേല ചെയ്യുന്നതിന് ആരുടെയും ഔദാര്യം ആവശ്യമില്ല, ആരുടെയും നക്കാപ്പിച്ച ആവശ്യമില്ല. മനുഷ്യരുടെ പോക്കറ്റിൽ കൈയിടാനുള്ള ലൈസൻസായി മാത്രം സുവിശേഷത്തെ കാണുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമ കൊണ്ട് അവൻ ഇപ്പോഴും തലയുയർത്തി നടക്കുന്നു, ശരി. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇത് തകർന്ന് തരിപ്പണമാകും. യാതൊരു സംശയവുമില്ല. തലമുറകൾ നശിച്ചു പോകും, സംശയിക്കേണ്ട. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, മതി, നാളേറെയായി, ഈ കളി അവസാനിപ്പിക്കണം. ഇത്രയും നാൾ ജനങ്ങളെ വഞ്ചിച്ച് പാവപ്പെട്ടവരെ അവരുടെ കലത്തിൽ അല്പം കഞ്ഞി ഉണ്ടെങ്കിൽ അതും കൂടെ മോഷ്ടിച്ച് നീ കോടിയുടെ കണക്കും പറഞ്ഞ് നടക്കുന്നുവല്ലോ. ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പുഴുത്തു പോകും. അതുകൊണ്ട് ദയവായി അവരോട് പറയുന്നത് പോലെ അതിനേക്കാൾ അടിവരയിട്ട് എനിക്ക് സാമാന്യ ജനത്തോട്, വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങളെ വൈകാരികമായി ഇളക്കി വിട്ടിട്ട് നിങ്ങളുടെ ചിന്താശക്തി നശിപ്പിച്ച് നിങ്ങളുടെ മേലും നിങ്ങളുടെ സ്വത്തിൻ്റെ മേലും ആധിപത്യം സ്ഥാപിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാട്ടുകള്ളന്മാരെ, ഈ എന്താണ് പറയുന്നത്,
ചെന്നായ്ക്കളെ നിങ്ങൾ തിരിച്ചറിയുവീൻ. ചെന്നായ്ക്കളെ തിരിച്ചറിയുവീൻ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി മാത്രമേ കള്ളൻ വരുന്നുള്ളൂ. ഇത് മോഷണമാണ്. യേശുവിൻ്റെ പേരിൽ മോഷണം നടത്തിയാൽ അത് വിശുദ്ധ മോഷണമാകുകയില്ല, അത് മോഷണം തന്നെയാണ്. നിങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവൻ പോക്കറ്റടിക്കാരനാണ്. നിങ്ങളുടെ പണം ആഗ്രഹിച്ച് നിങ്ങളെ കൊണ്ട് അതുവിധം ചെയ്യിക്കുന്നവൻ കൊതിയനാണ്, അവൻ ദുർമോഹിയാണ്, അവൻ അപകടകാരിയാണ്, നിങ്ങൾക്ക് അധപ്പതനം വിളമ്പുന്നവരാണ്. ഇത് മനസ്സിലാക്കാനുള്ള ത്രാണിയില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് ദയവായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊരു വലിയ കടമയുണ്ട്. ഈ അസത്യവും അനീതിയും വഞ്ചനയും കൊടികുത്തി വാഴുന്ന അന്ധകാരത്തിൻ്റെ യുഗത്തിൽ വെളിച്ചത്തിൻ്റെ കിരണങ്ങളായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അല്പം ചുമതലയോടെ 4 പേരോടെങ്കിലും സത്യം അറിയിപ്പാൻ നമുക്കൊരു കടമയുണ്ട്. ആളുകൾ സംരക്ഷിക്കപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്രകാരമുള്ള വഞ്ചന കേന്ദ്രീകൃതമായ കള്ള മത പ്രസ്ഥാനങ്ങൾ ഏറെ താമസിയാതെ അടച്ചുപൂട്ടും എന്നത് തികച്ചും ഒരു യാഥാർത്ഥ്യമാണ്, സാധ്യതയാണ്, സത്യമാണ്. ആ ഒരു ദിവസത്തെ വളരെ താല്പര്യത്തോടെ പ്രത്യാശയോടെ കാത്തുകൊണ്ട് ഇതിൽ നിങ്ങളെല്ലാവരും എന്നോട് തുല്യ പങ്കാളിത്തം വഹിക്കുന്ന ദൗത്യബോധമുള്ളവരാണ് എന്ന പ്രത്യാശയിൽ, ആശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.